കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് വൈക്കമെന്നും ഇവിടെ വളർന്നുവരുന്ന തലമുറയ്ക്ക് ജനമൈത്രി പോലീസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മനസ്സിലായി എന്ന് വൈക്കം ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ പറഞ്ഞു. വൈക്കം ജനമൈത്രി പോലീസിന്റെയും ജനമൈത്രി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈക്കം ജനമൈത്രി പോലീസിൻ്റെയും ജനമൈത്രി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ വൈക്കം വെൽഫെയർ ഓഡിറ്റോറിയത്തിൽ വച്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 21 വിദ്യാലയങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 121ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങളുടെ വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. വൈക്കം വെൽഫെയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് ദിജേഷ്, ജനമൈത്രി പോലീസ് CRO ജോർജ് മാത്യു, സമിതി കോർഡിനേറ്റർ PM സന്തോഷ് കുമാർ, ബീറ്റ് ഓഫീസർ VT ശ്രീനിവാസൻ, വർഗീസ്, തോട്ടകം ഗവൺമെൻറ് LP സ്കൂളിലെ കുമാരി ജിയ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മാതൃകാപരമായ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗം മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന അപജയങ്ങളെക്കുറിച്ചും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് ദിജേഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിലൂടെ വിശദമായി സംസാരിച്ചു. സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വന്ന് കാണുകയും അവരുടെ ജനമൈത്രി പ്രോഗ്രാമുകളെ കുറിച്ചും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒരു ചെറിയ ബ്രീഫ് എന്നോട് പറയുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇങ്ങനെ പുതിയതായിട്ട് ആളുകൾ വരുമ്പോൾ ജനമൈത്രി സമിതി യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്താണ് അവർ വന്ന് നമ്മളെ പരിചയപ്പെടുകയും ഈ അവരുടെ പ്രവർത്തന മേഖലകളെ കുറിച്ച് വിവരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവരിങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് അവരുടെ ആ താല്പര്യം കാണിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ബോധ്യപ്പെട്ട ഒരു കാര്യം ഇതാണ്. ജനമൈത്രി സമിതി യോഗം ജനമൈത്രി സമിതി ഞാൻ കണ്ടിട്ടില്ല വാസ്തവം പറഞ്ഞു. അപ്പോൾ നമ്മുടെ വൈക്കം പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി സമിതി വളരെ ശക്തമാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനമൈത്രി സമിതി, ജനമൈത്രി പദ്ധതിയും ഒക്കെ ഉള്ളത് വൈക്കം പോലീസ് സ്റ്റേഷനിലാണ് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം തുടക്കത്തിൽ 2010 ഇത് തുടങ്ങിയപ്പോൾ പല പല പദ്ധതികളുമൊക്കെ ആവിഷ്കരിച്ചു. എല്ലാ ജില്ലകളിലും ഇതൊക്കെ മികച്ച രീതിയിൽ നടന്നു വന്നു. പക്ഷെ അതിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും നല്ല ഓജസ്സോടുകൂടി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ജനമൈത്രി സമിതി ഉണ്ടെങ്കിൽ അത് വൈക്കത്താണ്. ഞാൻ കണ്ടിട്ടുള്ള വൈക്കത്താണ്. ബാക്കി പല സ്ഥലങ്ങളിലും അതൊക്കെ പേരിന് വേണ്ടി മാത്രമേ. ജനമൈത്രി അംഗങ്ങളായ T സുരേഷ്, TR സുരേഷ്, VS രവീന്ദ്രൻ, ആശ ബിജു, കനക ജയകുമാർ, ജബ്ബാർ ഒമാൻജറ്റ്, MA അബ്ദുൽ ജലീൽ, സിസിലി ചന്ദ്രൻ, ലൈല ജയരാജ്, PD സുനിൽകുമാർ, ജിസ്പോൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമടക്കം 100 കണക്കിന് ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു.